ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. സാധാരണ ക്രിസ്മസിന് സ്പെഷ്യൽ കേക്കാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെയാണ് കേക്ക് വാങ്ങുന്നത്. പക്ഷേ ഇത്തവണ വീട്ടിൽ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. കേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അതിന് ഓവൻ വേണ്ടേ, അല്ലെങ്കിൽ ഫർണസ് വേണ്ടേ. ഇത് രണ്ടും വേണ്ട, വെറും ഒരു പ്രഷർ കുക്കർ മാത്രം മതി. ഈ പ്രഷർ കുക്കറിൽ കേക്ക് ഉണ്ടാക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ടോഷ്മ ബിജു വർഗീസാണ്. ഇന്ന് നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. റെഡി, കം. ഇത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ക്രിസ്മസിന് മുന്നേ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന ഇന്ന് 2 ടൈപ്പ് കേക്കാണ്. അതും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഫർണസിൻ്റെയോ മൈക്രോവേവ് ഓവൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ടോഷ്മ ബിജു വർഗീസാണ്. കന്യകയുടെ മാനേജിങ് എഡിറ്ററാണ്. ചേച്ചി പത്രപ്രവർത്തനവും കുക്കറിയും രണ്ട് മേഖലയാണ്. അതെങ്ങനെ ഒരുമിച്ച് ഇത് ചെയ്യുന്നത്? കുക്കിംഗ് ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എങ്ങനെയും സമയം കിട്ടും. ശരി, സമയം ഉണ്ടാക്കി ചെയ്യും. എന്തൊക്കെയാണ് 2 പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലേ? ഉണ്ട്. പിന്നെ ഇതില് ഈ പാചകത്തിന്റെ കോളമൊക്കെ കുക്കറി കോളം ചെയ്യുന്നുണ്ട്. ഇത് സാധാരണ കേക്കിൽ ചേരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ചേരുന്നത്? അതെ, എല്ലാം സെയിം ഇൻഗ്രീഡിയൻസാ. നമ്മൾ യൂഷ്വലി ബട്ടർ എടുക്കാറുണ്ടല്ലോ കേക്കില്. അതിൽ ബട്ടർ വേണ്ട, അതിന് പകരം നമ്മൾ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിലാണ് ചെയ്യുന്നത്. ബട്ടർ ആകുമ്പോൾ കൊളസ്ട്രോളും അങ്ങനത്തെ ഒത്തിരി വണ്ണം വെക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. അല്ല, ബട്ടർ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് റിഫൈൻഡ് ഓയിൽ ആകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാ. ഇൻഗ്രീഡിയൻസ് ഇത് എല്ലാരും സെയിം ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത്. ഇത് മൈദ 250 ഗ്രാംസ്. മൈദയുടെ കൂടെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പറിൽ ഇട്ടിട്ട് എന്തെങ്കിലും നല്ലതായിട്ട് മിക്സ് ആവാൻ വേണ്ടിട്ട് നമ്മൾ ഈ 3 പ്രാവശ്യം എന്ന് പറയുന്നത്. ഇത് പഞ്ചസാര പൊടിച്ചത്. പഞ്ചസാര 250 ഗ്രാംസ് എടുത്തിട്ട് പൊടിച്ചതാണ്. അത്രയും തന്നെ പഞ്ചസാര എടുത്തിട്ട് അത് പൊടിക്കണം. പഞ്ചസാര പൊടിക്കുന്നതും കുറച്ചുകൂടി എളുപ്പം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ തരി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പൊടിക്കുന്നത്. എപ്പോഴും കേക്കിന് എടുക്കുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി. പിന്നെ അത്രയും തന്നെ ഇപ്പോൾ 250 ഗ്രാംസ്, ഇപ്പം ഞാനിപ്പം 250 ഗ്രാംസ് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് എത്ര വേണേലും 100 ഗ്രാംസോ എത്രയാണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചോ അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ചോ അത് അതിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യാസം വരുത്താവുന്ന. അത്രയും തന്നെ മുട്ട, പിന്നെ റിഫൈൻഡ് ഓയിലും 250 മില്ലി എടുത്തു. എല്ലാം കറക്റ്റ് അളവാണ്. എല്ലാം സെയിം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് 250 ഗ്രാം മൈദ, അതിനകത്ത് 2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ 250 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, 250 ഗ്രാം റിഫൈൻഡ് ഓയിൽ, പിന്നെ ഒരു 5 മുട്ട. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് 4 ഇൻഗ്രീഡിയൻസ് ആണ്. അത് മൈദ, പഞ്ചസാര പൊടി, പിന്നെ ഓയില്, മുട്ട. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ സാധനങ്ങളെല്ലാം ഓരോ കേക്ക്, ഇപ്പോൾ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഈ പൈനാപ്പിൾ ഇട്ടാൽ മതി. പിന്നെ ടീ കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഇത് മതി. പിന്നെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് പൗഡർ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 250 ഗ്രാം വെച്ചുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് ഈ 3 കേക്കും ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് 250 ഗ്രാംസ് പഞ്ചസാര എടുത്തിട്ട് നമ്മൾ പൊടിച്ച് പഞ്ചസാര പൊടിയാക്കി മിക്സി തന്നെ പൊടിച്ചെടുക്കുന്നതല്ലേ? അതെ, മിക്സി പൊടിച്ചിട്ടാണ്. ഇത് അരിക്കേണ്ടതൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ അരിക്കാം, കട്ടയെല്ലാം മാറ്റാം. ഇത് ഇനി ഇതിലേക്ക് ഓയിൽ 250 മില്ലി എടുത്ത് വെച്ചിരിക്കുന്ന. അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാര പൊടിച്ചത് 250 ഗ്രാം പഞ്ചസാര പൊടിച്ചത് ഇട്ടു. അതിലേക്ക് ഓയിലും ഒഴിച്ചു കൊടുത്തു. ഇത് എഗ് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഈ കേക്ക് റെഡിയാക്കാനായിട്ട് ശരിക്കും നമ്മൾ എഗ് ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ബട്ടർ പതപ്പിക്കാനും മുട്ട പഞ്ചസാര ചേർത്ത് നല്ല ഫ്ലഫിനെസ് കിട്ടാൻ, ലൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് അടിച്ച് പതപ്പിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് സാധാരണ എഗ് ബീറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് ഞാനൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് എഗ് ബീറ്റർ എടുത്തതേ ഉള്ളൂ. ചുമ്മാ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. എല്ലാവരും കൂടെ നന്നായിട്ട് മിക്സ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മുട്ട ഓരോന്നായിട്ട് ചേർക്കാം. പ്രേക്ഷകർക്ക് ഒരു ടിപ്പുണ്ട്.
നമ്മൾ ഈ മുട്ട ചേർക്കുന്ന സമയത്ത് അത് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുട്ട ചേർക്കുന്നതിൻ്റെ കൂടെ ഓരോ സ്പൂൺ ഈ മൈദമാവ് കൂടെ ഇട്ട് കൊടുത്താൽ ആ മുട്ട പിരിയില്ല. പഞ്ചസാര പൊടിയും പിന്നെ ഓയിലൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ എഗ് ബീറ്റർ വെച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഓരോ മുട്ട ചേർക്കുമ്പോഴും നമ്മൾ കുറേശ്ശെ മൈദമാവ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ആ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം, എഗ് ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൈദമാവ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ആക്കി. ഇപ്പോൾ ഇത് 1 കിലോ ഉണ്ട്. 4 ഇൻഗ്രീഡിയൻസ് 250 ഗ്രാം വീതമാണ് എടുത്തത്. ഇപ്പോൾ ഇത് മുഴുവൻ 1 കിലോ ആയിട്ടുണ്ട്. ഇനി ഇതിന്ന് നമ്മൾ കുറച്ച് എടുത്തിട്ട് 3 പാർട്ടാക്കിയിട്ട് നമ്മൾ ഫ്ലേവർ ചേർത്തെടുക്കാം. അപ്പൊ നമ്മളെ ആദ്യത്തെ കേക്ക് എന്താണ്? പൈനാപ്പിൾ കേക്ക്. അത് നമുക്ക് പൈനാപ്പിൾ വിളയിച്ചതിട്ട് മിക്സ് ചെയ്യാം. ഒരു 3 കേക്ക് ഈസി ആയിട്ട് ഇത് ഈ കണ്ടന്റ് വെച്ചിട്ട് ഉണ്ടാക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോർഷൻ എടുക്കാം. ഏകദേശം 3-1 ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ചേർക്കണം. പൈനാപ്പിൾ എസൻസ് ഒരു 2-3 ഡ്രോപ്സ് ചേർത്താൽ മതി. അത്രയും മതി അല്ലേ? വളരെ കുറച്ച് മതി. പൈനാപ്പിൾ എസൻസ് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പൈനാപ്പിളിന്റെ മണം വരുന്നുണ്ട്. ഇതിലേക്ക് പൈനാപ്പിൾ വിളയിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുക. നമ്മൾ ഇത് ട്രീറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? ഇത് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വേവിക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ വേവിച്ചാൽ മതി. തനിയെ വേവിച്ചാൽ മതി. വേവിച്ചിട്ട് വെന്ത് വെള്ളം കുറച്ച് പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ഒരു പൈനാപ്പിളിന് മതിയാവും. ഇട്ടിട്ടൊന്ന് വിളയിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഇത് കേടാവത്തില്ലേ? ഇതോ ഇല്ല, ഇത് കേടാവത്തില്ല. ഇത് ഫ്രിഡ്ജിൽ കുറെ നാൾ ഇങ്ങനെ ഇരുന്നോളൂ. കുറച്ച് പാല് ചേർക്കാം. കുറച്ചുകൂടി കട്ടി കൂടുതലായതുകൊണ്ട് കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചേർക്കുന്നത്. അപ്പം കുറച്ചുകൂടി മയം ഉണ്ടാവും. പാല് ചേർക്കാൻ ഒരു 2-3 സ്പൂൺ അല്ലേ? 2-3 ടേബിൾ സ്പൂൺ. ഇപ്പം നമുക്ക് ഓറഞ്ച് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. അതുപോലെ ഓറഞ്ച് എസൻസ്, കുറച്ച് ഓറഞ്ച് കളറ്. ഈ പൈനാപ്പിളിന് പകരം അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓറഞ്ച് കേക്ക് ആക്കി എടുക്കാം. അപ്പൊ ഈ അതിനകത്ത് അവസാനം ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ മാറ്റം അനുസരിച്ചാണ് ഓരോ കേക്കും. ഓരോ പൈനാപ്പിൾ ചേർത്താൽ പൈനാപ്പിൾ കേക്ക്, ഓറഞ്ച് ചേർത്താൽ ഓറഞ്ച് കേക്ക്. അപ്പോൾ ഇത് റെഡിയാണ് അല്ലേ? ഇത് റെഡിയാണ്. ഇനിയിപ്പം നമ്മൾ യൂഷ്വലി നമ്മൾ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ മയം പുരട്ടിയിട്ട് എന്തെങ്കിലും ഒരു ബട്ടറോ മാർജറിനോ എന്തെങ്കിലും പുരട്ടിയിട്ട് മൈദ ഇട്ട് തട്ടി വെക്കും. ഇപ്പം ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്ലേറ്റിൽ ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തേ, സാധാരണ സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ തേച്ചിട്ടുണ്ട് ഇതിൽ. കണ്ടോ? സെയിം റിഫൈൻഡ് ഓയിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. മൈദ ഒന്നും തട്ടേണ്ട ആവശ്യമില്ല ഇതിന്. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിൽ ഫർണസിലോ പിന്നെ മൈക്രോവേവ് ഓവനിലോ ഒന്നും അല്ല ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് സാധാ പ്രഷർ കുക്കറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സാധാ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. ഒരു 1/2 സ്പൂൺ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കറക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്ന് ആക്കിയാൽ മതി. നമ്മൾ കേക്ക് ഒഴിക്കുമ്പോൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പൊങ്ങി വരും. അതുകൊണ്ട് ഫുൾ പ്ലേറ്റ് നിറയെ ഒഴിക്കരുത്. ഒരു 3/4 ഒക്കെ നിറയ്ക്കാവുള്ളൂ. കുറച്ചുകൂടെ പൊങ്ങി വരും. അപ്പോൾ ലാഭമുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഉള്ള ടിപ്പാണ്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും പ്ലേറ്റ് നിറയെ എടുക്കാൻ പാടില്ല. നിറയെ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കവിഞ്ഞ് വരും. അതുകൊണ്ട് ഒരു 1/4 ഭാഗമേ, ഈ പ്ലേറ്റിൻ്റെ 1/4 ഭാഗത്തോളമേ നമ്മൾ ഈ മിക്സ് ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ മിക്സ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാ അവിടെ സംഭവം റെഡിയാണ്. നമ്മുടെ സാധാ വീട്ടിലേക്കുള്ള പ്രഷർ കുക്കറാണ്. ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇത് ചെയ്യേണ്ടത് പ്രഷർ കുക്കർ ആദ്യം കുറച്ച് ചൂടാക്കിയിടണം. കാരണം നമ്മളൊരു ഫർണസിലേക്കാണ് ഈ കേക്ക് വെക്കുന്നതെങ്കിൽ നല്ല ചൂടായിരിക്കുന്ന ഫർണസിലേക്കാണ്. അത് എല്ലാ ഭാഗത്തും നല്ല ചൂടുള്ള ഫർണസിലേക്കാണ് നമ്മൾ കേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രഷർ കുക്കർ ആദ്യം കുറേ സമയം ഒന്ന് ചൂടാക്കിയിടണം. അതിനു മുമ്പ് ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇട്ടേക്കണം. ഒരു തട്ടോ എടുത്ത് പ്രഷർ കുക്കറിന്റെ താഴെ അടിക്ക് പിടിക്കാതിരിക്കാൻ. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുത്ത്, ഒരു ചെറിയ പ്ലേറ്റ് എടുത്ത് കമിഴ്ത്തി അതിലേക്ക് വെക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടാണ് ഇതിനടിയിൽ തീ വരുന്നത്. അപ്പോൾ അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രഷർ കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചു. ഇത് എത്ര സമയം വെച്ചേക്കണം? ഒരു 2 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും പ്രഷർ കുക്കർ ചൂടാവും.
നല്ലതായിട്ട് ഒന്ന് ചൂടായാൽ നല്ലതായിട്ടൊന്ന് ചൂടാവണം. പ്രഷർ കുക്കർ മുഴുവൻ ചൂടായി വരണം. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ എടുക്കണം. അടുത്തത് കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. എന്താന്ന് വെച്ചാൽ ഈ പ്രഷർ കുക്കർ ഇപ്പം മുഴുവൻ ചൂടായിരിക്കുകയാണ്. നമ്മുടെ ഈ കേക്ക് പൈനാപ്പിൾ കേക്കിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഇതിനകത്തേക്ക് വെക്കണം. കൈ കൊള്ളാനും പാടില്ല. മേളില് പൈനാപ്പിൾ ഇട്ടില്ല. മുകളിൽ പൈനാപ്പിൾ ഇടണം. ഓക്കെ. അപ്പോൾ ഇത് മുഴുവനായിട്ടില്ല. അവസാനം ഇതിന്റെ മുകളിൽ ഈ പൈനാപ്പിൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? ഇത് പൈനാപ്പിൾ നമ്മൾ നേരത്തെ വിളയിച്ച പൈനാപ്പിൾ കണ്ടില്ലേ, ആ പൈനാപ്പിളിൽ കുറച്ച് മൈദയിലിട്ട് ഉരുട്ടിയതാ. ഇത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി വിളയിച്ച് വെച്ച പൈനാപ്പിൾ അല്ലേ, അത് വെറുതെ മൈദയിൽ ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്താൽ എന്നിട്ട് ഉരുട്ടി എടുത്താൽ മതി. മൈദ കുറച്ചിട്ടിട്ട്. അപ്പൊ പിന്നെ ഇത് താഴ്ന്നു പോവില്ല ഇതിനകത്ത്? ഇല്ല, താഴ്ന്നു പോവില്ല. പൈനാപ്പിൾ കേക്കിന് മുകളിൽ വെക്കുന്ന പൈനാപ്പിൾ തന്നെയാണ് അല്ലേ? പൈനാപ്പിൾ. ഓക്കെ. അപ്പൊ ഇനി ഇത് പ്രഷർ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി കൈ കൊള്ളാതെ ഇത് അകത്തേക്ക് വെക്കണം എന്നുള്ളതാണ്. അപ്പൊ സൂക്ഷിക്കുക, ഇതിന്റെ 4 സൈഡും നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പൊ സൂക്ഷിച്ച് വെക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സൂക്ഷിക്കാനുള്ളത്. നമ്മൾ വെയിറ്റ് ഒന്നും ഇടാതെ നമ്മൾ ഇത് അടച്ചു വെച്ചു. വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇനി തീ കൂട്ടിയിടണം. ഒരു 5 മിനിറ്റ്സ് നല്ല തീയില് ഇരിക്കണം. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി. അല്ല, 5 മിനിറ്റ് ആദ്യം തീ കൂട്ടി വെച്ച് വേവണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 10 മിനിറ്റ് തീ കുറച്ച് വെച്ച് നമുക്ക് വേവിക്കണം. അപ്പൊ വളരെ ശ്രദ്ധിക്കുക. കേക്ക് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, വെന്തോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതിന്റെ സമയത്തിന്റെ കണക്ക്. ആദ്യത്തെ 5 മിനിറ്റ് നല്ല തീ വെച്ച് കൊടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ സമയം നോക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 മിനിറ്റ് പിന്നെ സിമ്മിൽ വേവിക്കാനുണ്ട്. ആ അതുകൂടെ ആയി കഴിഞ്ഞാൽ റെഡിയാണ് അല്ലേ? കേക്ക് റെഡിയാണ്. അപ്പൊ മൊത്തം 15 മിനിറ്റ് മതി. 15 മിനിറ്റ് മതി. 5 മിനിറ്റ്സ് ആയി. നമുക്ക് ഇനി ഇത് തീ കുറച്ച് വെക്കാം. ഇനി സിമ്മിൽ ഒരു 10 മിനിറ്റ്സ് ഇങ്ങനെ. ഓവനിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ഉണ്ട്, അതിനുള്ളിൽ കൂടെ കാണാൻ പറ്റും ഇതിന്റെ പരുവ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഈ പ്രഷർ കുക്കറിലാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. അത് എന്തെങ്കിലും വഴിയുണ്ടോ അതിന്? തുറന്നു നോക്കാൻ പറ്റും? തുറന്നു നോക്കാം, അതിന് കുഴപ്പമില്ല. തുറന്നു നോക്കി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ അധികം ചൂട് പോവാതെ തന്നെ അടച്ചു വെച്ചാൽ മതി. ഓക്കെ. ഈ ഏരിയ മുഴുവൻ സുഗന്ധം പരത്തിക്കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കണമെങ്കിൽ നന്നായിട്ട് തണുത്ത് വരണം. അപ്പോൾ എല്ലാ കേക്കും കൂടി ഒരുമിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് ഏതിനാണ് ടേസ്റ്റ് കൂടുതൽ കുറവെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കേക്കുകളും ഒരുമിച്ചാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത കേക്കാണ് നമ്മൾ ഇനി ചോക്ലേറ്റ് ഉണ്ടാക്കാം. ചോക്ലേറ്റ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ടിപ്പുണ്ട്. ഇതിപ്പോൾ കൊക്കോ പൗഡർ ചേർത്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കൊക്കോ പൗഡറാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പാല് ചൂടാക്കി, ഇപ്പോൾ ഇത് നല്ല ചൂടായിട്ടുള്ള പാലാണ്. ചൂട് പാലിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ചൂട് പാലിൽ കൊക്കോ പൗഡർ കലക്കി ഒഴിച്ചു. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് അണ്ടിപ്പരിപ്പ് ഇട്ടു. ഇപ്പം നമ്മുടെ ഇത് റെഡിയാണ്. ഇനി ഇതും ചൂടായിരിക്കുന്ന ഈ പ്രഷർ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യമേ ഒരു 5 മിനിറ്റ് നല്ല തീയിൽ വെക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് സിമ്മിൽ വെക്കുക. കേക്ക് റെഡി. അപ്പൊ ചോക്ലേറ്റ് കേക്കും റെഡി. ഇനി നമ്മുടെ അവസാനത്തെ ടീ കേക്ക്. നമുക്കിനി മിച്ചമിരിക്കുന്ന മാവ് വെച്ചിട്ട് ഒരു ടീ കേക്ക് കൂടി എളുപ്പം ഉണ്ടാക്കാം. ഇതിനകത്ത് എന്തൊക്കെയാ? ടീ കേക്കിനകത്ത് വേണമെങ്കിൽ കുറച്ച് വാനില എസൻസ്, പിന്നെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നട്ട്സും കിസ്മിസും ചേർത്താൽ മതി. എസൻസ് ചേർക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ചേർക്കണം. ഒരു 2-3 തുള്ളി. എസൻസ് അധികം കൂടരുത്. വാനില എസൻസ് ഒക്കെ കൂടി പോയി കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് രസം വരും. കുറച്ച് പാല്, ഒരു 2 ടേബിൾ സ്പൂൺ പാലൊക്കെ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ടീ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 3 തുള്ളി വാനില എസൻസ് ചേർത്തു.
ഒരു 3 ടേബിൾ സ്പൂൺ പാലും എടുത്തു. ഇനി ഇഷ്ടമുള്ളവർക്ക്, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട, ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ചേർക്കാം. ഇതൊന്നും നിർബന്ധമില്ല, പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് എടുക്കാം. പൈനാപ്പിൾ ചേർത്ത പൈനാപ്പിൾ കേക്ക്, കൊക്കോ പൗഡർ ഇട്ട ചോക്ലേറ്റ് കേക്ക്, ഇതിപ്പോൾ ടീ കേക്കും ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരേ റെസിപ്പിയാണ്, എന്നാൽ ഫ്ലേവേഴ്സ് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന. ഈ ഫ്രൂട്ട് കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇത് രണ്ടാമത്തെ റെസിപ്പിയാണ്. മറ്റേതെല്ലാം ഒരേ റെസിപ്പിയിലുള്ള കേക്കുകളാണ്. ഇത് ഫ്രൂട്ട് കേക്ക്. ക്രിസ്മസിന് എപ്പോഴും സ്പെഷ്യൽ ഫ്രൂട്ട് കേക്കാണ്. ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1/2 കപ്പ് മാർജറിനാണ്. എന്താണ് മാർജറിൻ? അത് മാർജറിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബേക്കറിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും മാർജറിൻ. നോട്ട് ദ പോയിന്റ്. എനിക്കറിഞ്ഞു, ഞാനിത് കണ്ടിട്ട് ഇല്ല, ഒന്നുമില്ല മാർജറിൻ. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഈ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മാർജറിൻ വാങ്ങിക്കുക. അത് എത്ര അളവിൽ പാക്കറ്റിൽ കിട്ടുന്നതാണോ? പാക്കറ്റിൽ കിട്ടുന്നതാണ്. അല്ല, ആവശ്യമുള്ള അളവിൽ കിട്ടും. 1 kg, 1/2 kg അങ്ങനെ ഏത് അളവിലും കിട്ടും. ഇതിപ്പോൾ നമ്മൾ 1/2 കപ്പ് എടുത്തിരിക്കുക മാർജറിൻ. 1/2 കപ്പ് മാർജറിൻ, 1/2 കപ്പ് മൈദ, അതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സോഡയും ചേർത്തിട്ടുണ്ട്. സോഡാപ്പൊടി. ഇപ്പോൾ 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 200 ഗ്രാം. അപ്പോൾ 200 ഗ്രാം മൈദയിൽ 1/2 ടീസ്പൂൺ പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടു, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ടു. അപ്പോൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറും ചേർക്കും, സോഡാപ്പൊടിയും ചേർക്കും. ഇത് പഞ്ചസാര. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ എടുത്ത കേക്കിനാണെങ്കിൽ അളവ് 3-നും 4-ഉം കറക്റ്റ് ആയിരുന്നു. എല്ലാം 250 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷെ ഇതിനകത്ത് അളവ് വ്യത്യാസമുണ്ട്. ഇതിപ്പോ 200 ഗ്രാം പിന്നെ മൈദമാവാണ് എടുത്തതെങ്കിൽ ഒരു 150 ഗ്രാം പഞ്ചസാര മതി. ഇത് ടൂട്ടി ഫ്രൂട്ടി വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം കൂടി 100 ഗ്രാംസ് ഉണ്ട്. അല്ല, ഞാനിത് ബ്രെഡിലും കേക്കിലും ഒക്കെ ഇത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എന്താണ് ബേക്കറിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നത്? അല്ല, ഇത് എന്താണ് ഇതിന്റെ ചേർക്കുന്നതെന്ന് പപ്പായ പപ്പായയുടെ തൊലി പ്രോസസ് ചെയ്യുന്നത് പല കളറിലാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കുറെ പ്രോസസ്സിംഗ് ഉണ്ടല്ലേ. 2 മുട്ട. ഇത് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് നല്ല കട്ടിയുള്ള ഒരു പാനിലിട്ടിട്ട് അത് കരിക്കണം. കരിച്ച് പൊങ്ങി വരുന്ന ആ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ കാരമലൈസ് ചെയ്തെടുത്തേക്കുന്ന ഇത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തേക്കുന്ന പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചതാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് നല്ലൊരു പാനിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കുക. പതഞ്ഞിങ്ങനെ വരാൻ തുടങ്ങും. പതഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ എടുക്കുന്ന കളറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. അതെ, നല്ല കട്ടൻ കാപ്പിയുടെ കളറുണ്ട്. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. ഈ പഞ്ചസാര കാരമലൈസ് ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ വാനില എസൻസ് ഉണ്ട്, പൈനാപ്പിൾ എസൻസ് ഉണ്ട്, പാലുണ്ട്. ഇത് ജീരകം, കേക്ക് ജീരകം. സാധാരണ ജീരകം അല്ലാതെ കേക്ക് ജീരകം. ശരി. അപ്പൊ അതും ബേക്കറി സ്പെഷ്യലി കേക്കിന് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന. ശരി. മാർജറിൻ, പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ 2 മുട്ട. 2 മുട്ട എന്ന് പറയുമ്പോൾ ഓരോ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോഴും ഓരോ സ്പൂൺ മൈദമാവ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മൈദയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും കൂടി അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർക്കാം. ഓക്കെ. മൈദ ചേർക്കുമ്പോൾ നമുക്ക് കാരമലൈസ് ചെയ്ത് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർക്കാം. ഇതിന്റെ കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ മെമ്മറി കുറവാണ്. അപ്പോൾ എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കുറവാണ്, പക്ഷേ ചേർക്കുന്ന അളവുകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് 1/2 കപ്പ് മാർജറിൻ, 1 കപ്പ് പഞ്ചസാര പൊടി, പിന്നെ 2 മുട്ട ചേർത്തു. പിന്നെ നമ്മൾ ഈ മൈദമാവ് ചേർക്കുന്നതിന്റെ കൂടെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും പാലും കൂടെ ചേർത്തു. മൈദ ചേർത്തു. കൂടെ തന്നെ നമുക്ക് പാലും അതുപോലെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്നതും മാറി മാറി ചേർക്കാം.
ചേർക്കാം. ചേർക്കട്ടെ? ചേർത്തോളൂ. ഇനി ഒരു 25 ഗ്രാം നട്ട്സ്, പൊടിച്ചു വെച്ച നട്ട്സ് അല്ലേ? ചെറുതായിട്ട് നുറുക്കിയത്. ഈ കേക്ക് ജീരകം ചേർക്കാനുണ്ട്. കേക്ക് ജീരകം ഒരു നുള്ളു മതി. ഒരു കേക്ക് ജീരകം നമ്മൾ കേക്ക് കഴിക്കാൻ നേരത്ത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അല്ല, ഇതിൽ ഇനി വാനില എസൻസും ചേർക്കണം, അതുപോലെ പൈനാപ്പിൾ എസൻസും രണ്ടും ചേർക്കണം. 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർക്കണം. നമ്മൾ പ്ലേറ്റ് എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ഏറ്റവും ആദ്യം പ്ലേറ്റ് റെഡിയാക്കി വെക്കണം. ഇപ്പം മറ്റേതുപോലെയല്ല, ഇത് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ചുറ്റിച്ചാൽ മതി. ഇതിൽ നമ്മൾ കുറച്ച് മാർജിൻ ഇങ്ങനെ പ്ലേറ്റിൽ തേക്കണം. കൈ കൊണ്ട് തേച്ചാൽ മതി. പ്ലേറ്റിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ മാർജിൻ കൈകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താ ഒരു കാര്യം ഇവിടെ ഉണ്ട്, കുറച്ച് മൈദ ഇട്ട് തട്ടണം. കുറച്ച് മൈദ ഇട്ടിട്ട് പ്ലേറ്റിന്റെ എല്ലാ ഭാഗത്തോട്ടും ആക്കണം. ഇങ്ങനെ അല്ലേ? അപ്പോൾ നമ്മൾ മാർജറിൻ തേച്ച് പിടിപ്പിക്കുന്ന മാത്രമല്ല, നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മൈദ ഒരു സ്പൂൺ മൈദ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് അതിനകത്ത് മുഴുവൻ, എന്നിട്ട് ബാലൻസ് ഉള്ള മൈദ തട്ടിക്കളയാം. ഇപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള പ്ലേറ്റാണിത്. ഇതിലേക്ക് കേക്കെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് മഴയാണ്. കാരണം പല ടൈപ്പ് കേക്ക്, ടീ കേക്ക് ഉണ്ട്, ചോക്ലേറ്റ് കേക്ക് ഉണ്ട്, പൈനാപ്പിൾ കേക്ക് ഉണ്ട്, ഫ്രൂട്ട് കേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എല്ലാ കേക്കുകളോട് ആയപ്പോൾ ഒരു കൺഫ്യൂഷൻ. പ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മൾ സ്വന്തം കയ്യിലുണ്ടാക്കിയ കേക്ക് കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പം മറ്റേ കേക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്.